ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണ മോതിരങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ച യുവതിയെ കയ്യോടെ പിടികൂടി പോലീസ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രതിയെ പിടിക്കുന്ന വീഡിയോ ഇപ്പോൾ എന്തായാലും വൈറലാണ്. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ കളി മാറുകയായിരുന്നു. പോലീസിനെ കണ്ടതോടെ യുവതി മോതിരങ്ങൾ ഒളിപ്പിക്കുകയും അടുത്തേക്കെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. गुस्से में थी लेडीज है 15-20 लेडीज ने देखा देखा नहीं देखा भाई तुम दोबारा तो नहीं करोगे अब बाजार की तरफ मैं दिखा एक बार अब तुम्हें सब അഞ്ജലി ജോൺ ചേരുന്നുണ്ട് തത്സമയം. അഞ്ജലി, മോഷണ വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പ്രതിയെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ അയ്യോ പറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞ് തടിയൂരാനൊന്നും അല്ല നോക്കുന്നത്. പോലീസുകാരുടെ മുടിയിൽ പിടിച്ച് വലിച്ചൊക്കെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. തെറ്റ് ചെയ്തു എന്ന് പോലീസ് അടുത്തെത്തിയിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇത് എവിടെ നടന്ന സംഭവമാണ്? ഈ സംഭവം നടക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ്, ഡെറാഡൂണിലാണ് ഇതുപോലൊരു സംഭവം നടക്കുന്നത്. അങ്ങനെ യുവതി കുറച്ച് നാളത്തെ പ്ലാനിംഗ് ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു മോഷണ ശ്രമത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. തൊട്ടടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ ചെല്ലുന്നു. അങ്ങനെ അത്യാവശ്യം തിരക്കുള്ള സമയമാണ്. അവിടെ ചെന്ന് രണ്ട് മോതിരങ്ങൾ ആരും കാണാതെ തൻ്റെ പക്കൽ ഇങ്ങനെ ഇടുക്കുകയാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരാളുണ്ടായിരുന്നു. CCTV എന്നൊക്കെ പറഞ്ഞ പോലെ കടുകുടുമായി ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ആണ് കയ്യോടതായി കാര്യം പൊക്കുന്നത്. പക്ഷെ അദ്ദേഹം എത്തിയപ്പോഴേക്കും ഈ പറയുന്ന പോലെ എവിടെയാണ് ഈ ആഭരണം ഒളിപ്പിച്ചത് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല കേട്ടോ. ഉടനെ തന്നെ പോലീസിനെ ഇവരെ അറിയിച്ചു. പോലീസ് പറന്ന് തന്നെ എത്തി. പോലീസ് അങ്ങനെ എത്തിയപ്പോൾ ഈ യുവതിയോട് ആദ്യം ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു മോഷണം നടന്നോ, മോഷ്ടിക്കാൻ ശ്രമിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ ഒരു സാധനവും ഇല്ല എന്ന് കാണുന്നുണ്ട്. അതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. സാധാരണ പോലീസുകാരെ കാണുമ്പോൾ നമ്മുടെ രണ്ട് മുട്ടൊക്കെയാണ് കൂട്ടിയിടിക്കാറ്. കളവൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ അങ്ങനെയാണ് കള്ളന്മാരുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന് പകരം തന്നെ പിടിക്കാൻ വന്ന, അല്ലെങ്കിൽ ഇങ്ങനൊരു മോഷണ ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വന്ന വനിതാ കോൺസ്റ്റബിൾമാരെ ഈ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അവരെ ഉപദ്രവിക്കുന്നു. അസഭ്യവർഷമാണ് അവിടെ സംഭവിച്ചൊക്കെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാം. കൂടാതെ ഈ പറയുന്ന പോലെ അവരുടെ മുടിയിൽ പിടിക്കുന്നു, വലിക്കുന്നു, അങ്ങനെ അടിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു പരസ്പരമുള്ളൊരു വലിയ അടിയാണ് അവിടെ കലാശിച്ചത്. അവസാനം പോലീസിന് മുമ്പിൽ കീഴടങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കൈയൊക്കെ കൂപ്പി എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പുറത്തു വരുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു മോഷണം നടത്തിയത് പറഞ്ഞതുകൊണ്ടും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും പോലീസിനെ ഉപദ്രവിക്കാതെ ആദ്യം തന്നെ ആ തെറ്റ് സമ്മതിച്ചിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു.